ഇതൊക്കെ എടുത്തു മാറ്റുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് PWD ഒരു ഉത്തരവ് ഇൻഡാസുമായി ഇവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അവർ കയ്യേറ്റം നടത്തിയെന്നാണ് പറയുന്നത് അല്ലെ? ഈ കാണുന്ന സാധനം എന്താണ്? കയ്യേറ്റം അല്ലേ? ഈ കാണുന്നത് കയ്യേറ്റം അല്ലേ? എനിക്ക് ഞങ്ങളോട് വ്യക്തി വൈരാഗ്യമുണ്ട്. അവരാണ് ഞങ്ങൾക്ക് സാധനം ഇറക്കുന്നുണ്ടായത്. പൈസ കൊണ്ട് ആ കുഞ്ഞിപ്പോ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞിനൊന്ന് കാട്ടിക്കണം. ആ കുഞ്ഞിന്റെ ആ ഇതിന്റെ വിഷമത്തിലാണ് അവരിപ്പോഴും ആ കണ്ണീര് ഇറക്കുന്നത്. അപകടമായിരിക്കും. ഒരു അപകടം വലിച്ചിടാൻ നോക്കണ്ട. ഇപ്പൊ സമാധാന രീതിയിൽ നമ്മുടെ മേൽപ്പറമ്പും പ്രദേശങ്ങളും പോകുന്നുണ്ട്. അതൊരു അപകടത്തിന്റെ രീതിയിൽ പോകാനാക്കണ്ട. നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും കൊണ്ട് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളിത് ചെയ്യരുത്. നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ദീപ, റോഷിനി രണ്ടുപേർ കുടുംബശ്രീയുടെ ലൈസൻസ് നേടി പച്ചക്കറി വ്യാപാരത്തിനായി ഈ ഒരു കടയിലേക്ക് വരുന്നു. കഴിഞ്ഞ 3.5 വർഷമായി ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ കടയുമായി ബന്ധപ്പെട്ടാണ്. ഈ കട ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകൂ. കാരണം സുഖമില്ലാത്ത കുട്ടികളും മറ്റു വലിയ പ്രാരാബ്ദങ്ങളും ഈ 2 സ്ത്രീകൾക്കുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഒരു മൊത്ത വിൽപ്പനക്കാരൻ വന്ന് ഇവർക്കെതിരെ ഒരു പരാതി നൽകുകയാണ്. അതായത് ഈ കടയുടെ തൊട്ടടുത്ത് 7 മാസം മുമ്പ് വന്ന ഒരു ബദ്രുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ കച്ചവടത്തിന് ഈ 2 സ്ത്രീകൾ ബാധ്യതയാണ്, ബുദ്ധിമുട്ടാണ്, ഇവർ ഒഴിഞ്ഞു പോകണം, എനിക്ക് മാത്രം കച്ചവടം ചെയ്യണമെന്ന ആഗ്രഹത്താൽ അവർ ഒരു പരാതി PWDയിലേക്ക് നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി ഇവരോട് ഈ കട ഒഴിഞ്ഞു പോകാനും സാധനങ്ങൾ മാറ്റാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ നാട്ടുകാരാണ്, ഈ പ്രദേശവാസികളാണ്, ഇവർക്ക് ഈ നാടുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ മാത്രമേ, ഈ കുട്ടികളുടെ അസുഖം കാരണം ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാൻ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ. ഇതൊക്കെ എടുത്തു മാറ്റുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് PWD ഒരു ഉത്തരവ് ഇൻഡാസുമായി ഇവരുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാണുന്ന മേൽപ്പറമ്പ് KSDP റോഡിൽ ആയിരക്കണക്കിന് അനധികൃത കുടിയേറ്റമുണ്ട്. ആയിരക്കണക്കിന്. ഇതുപോലൊന്നുമല്ല ആഡംബര കയ്യേറ്റങ്ങൾ. അതിനെതിരെ ഒന്നും PWDക്ക് നീങ്ങാനുള്ള ടാർജവുമില്ല. പക്ഷേ ഈ 2 പാവപ്പെട്ട സ്ത്രീകളായതുകൊണ്ട് എന്തും ചെയ്യാം. ഒരു പരാതിക്ക് പുറത്ത് രമ്യമായി തീർക്കാൻ സാധിക്കുന്ന ഒരു വിഷയം ഇത്രയും വലുതാക്കി ഇവരുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ച്. പക്ഷേ ഇവരെ കൈവിടാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ നാട്ടുകാർ തയ്യാറാകുന്നില്ല. അതിൻ്റെ കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തിനും നേരിടാൻ ഇവർ തയ്യാറാണ്. ഈ സ്ത്രീകൾക്ക്, ഇവരുടെ ജീവിതത്തിന്, ഇവിടെ രോഗികളായ മക്കൾക്ക് പിന്തുണ നൽകാൻ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒരു ബദ്രുദ്ദീൻ, മൊത്ത വിൽപ്പനക്കാരൻ, നിരവധി സ്ഥാപനമുള്ള മനുഷ്യൻ, അവൻ്റെ അന്നം മാത്രം മതി, അവൻ മാത്രം ഈ നാട്ടിൽ ജീവിച്ചാൽ മതി എന്ന ഒരു നിലപാട് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കഴിയില്ല. ബദ്രുദ്ദീൻ, നിങ്ങളൊരു പരാതി കൊടുത്തു. നിങ്ങൾക്ക് GST എടുക്കാൻ പറ്റുന്നില്ല, വാടക കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ശേഷം മൊത്ത വിപണനമുണ്ട്, വേറെ കടയുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ അവരത് കയ്യേറ്റം നടത്തിയെന്നാണ് ഓക്കെ എന്നും കേട്ടു. നിങ്ങൾ അവർ കയ്യേറ്റം നടത്തിയെന്നാണ് പറയുന്നത് അല്ലെ? ഈ കാണുന്ന സാധനം എന്താണ്? കയ്യേറ്റം അല്ലേ? ഈ കാണുന്നത് കയ്യേറ്റം അല്ലേ? ഇത് എനിക്ക് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം നിങ്ങൾ 7 മാസം, നിങ്ങൾ 7 മാസമായിട്ടുള്ളൂ അല്ലെ? അവർ 3.5 വർഷമായി അല്ലെ? 3.5 വർഷമായി. ഈ കാണുന്നത് കയ്യേറ്റല്ലേ? എടുക്കാൻ തയ്യാറാണ് ഞാൻ. എടുത്ത് മാതൃകയാക്കണം. ആദ്യം എടുത്ത് മാതൃകയാക്കണം. കച്ചവടം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. എടുത്ത് മാതൃക. നീ 7 മാസമായിട്ട് തുടർന്നിട്ട് ആ പാവപ്പെട്ട കുട്ടികൾ, ആ മനുഷ്യന്മാർ അവിടെ ജീവിക്കുന്നുണ്ട്. നീ കാണിച്ചിരിക്കുന്നതും മാതൃകപരമല്ല. അല്ല, നിങ്ങൾക്ക് മൊത്ത കച്ചവടം ഉണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ആളുകളാണ്, നിങ്ങൾ വിതരണം ചെയ്യുന്ന ആളുകളാണ്. ഇവർ 3.5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. 3.5 വർഷമായിട്ട് ആ പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ആൾ. നിങ്ങളിത് കയ്യേറ്റം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങളെ കയ്യേറ്റം അല്ല, നിങ്ങൾ പറഞ്ഞ കയ്യേറ്റം ഒഴിപ്പിക്കണം. നിങ്ങൾ ഈ കയ്യേറ്റം ഒഴിപ്പിച്ചിട്ട് നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. അത് കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്തിട്ടാണ് അവരെ കയ്യേറ്റത്. ഒരു കാലം മണ്ണും വെച്ച് 2 കാലം മണ്ണല്ല പറയേണ്ടത്. ബൈത്തുദ്ദീനെ, ഇത് 3 മീറ്റർ ഇടാന്നുള്ള ഓർഡർ. എന്ത് 3 മീറ്റർ? ആര് പറഞ്ഞോട്? ആര് പറഞ്ഞത്? എന്ത് സെക്രട്ടറി നിങ്ങളുടെ പോക്കറ്റിലാണോ? ഒരു നിയമവും ഇല്ല. അതായത് ബിൽഡിങ്ങിന് പുറത്ത് വെക്കാനുള്ള ഒരു നിയമവും ഇല്ല. ഉറപ്പാണ്. ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളതും കയ്യേറ്റമാണ്, അവർക്കും കയ്യേറ്റമാണ്. നിങ്ങൾ കയ്യേറ്റം നടത്തിയിട്ട് അവരെ പറയല്ല വേണ്ടത്. നിങ്ങൾ ആദ്യം എടുത്തു മാറ്റി. അതാണ് ചെയ്യേണ്ടത്. നാട്ടുകാർ സാക്ഷി. എനിക്ക് കയ്യേറ്റം അനുവദിക്കണം.
ഇന്നെടുക്കാം. എനിക്ക് കയ്യേറ്റം അനുവദിക്കണ്ട. എടുക്കാം. ഒരു കുടുംബത്തെ ഇല്ലാത്താക്കിയിട്ടല്ല നിനക്ക് കച്ചവടം ചെയ്യേണ്ട ബദ്രുദ്ദീൻ. അവർക്ക് വേറെ കടയുണ്ട്, പക്ഷെ ഇവർക്ക് ഈ കടയോട് മാത്രം അവർക്ക് വേറെ കടയുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് ഇത്ര ചെറിയ ആ കുഞ്ഞിന്റെ ചികിത്സക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ കഷ്ടപ്പെടുന്നത്. ഇനി എത്രയോ പൈസ അല്ല ബദ്രുദ്ദീൻ, ആദ്യം കയ്യേറ്റം ഒഴിവാക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം, നല്ല രീതിയിൽ സംസാരിക്കാം. ഇന്നില്ലേ, ഇനി എത്രയോ പണം ആ കുഞ്ഞിന്റെ ചികിത്സക്ക് പണം കണ്ടെത്താൻ വേണ്ടിട്ട് അവരിങ്ങനെ ഈ പച്ചക്കറി പൊടി നടത്തത്. അതെ, അത് ശരി തന്നെയായിരിക്കും. അതല്ല ബദ്രുദ്ദീനെ, നീ ഒരു രമ്യമായിട്ട് പരിഹരിച്ചിരുന്നെങ്കിൽ ആ ഗുരും കച്ചവടം ചെയ്തിരുന്നു, നിങ്ങളും കച്ചവടം ചെയ്തിരുന്നു. അല്ല നിങ്ങൾ പ്രശ്നം ഉള്ളിലേക്ക് ചെയ്യുന്നുണ്ടല്ലോ. നിനക്കും കച്ചവടമാക്കാം, അവർക്കും കച്ചവടമാക്കാം, ആർക്കും പ്രശ്നമില്ല. എല്ലാവർക്കും ഈ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചിട്ട് ബദ്രുദ്ദീൻ എന്താണ് ചെയ്യുന്നത്? ജീവിക്കണ്ടേ? നിങ്ങൾക്ക് മാത്രം ജീവിച്ചാ പോരല്ലോ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ? നിങ്ങൾ കയ്യേറ്റം നടത്തിയിട്ട് അവരെ കയ്യേറ്റം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങളത് മാറ്റി, നിങ്ങൾ അതല്ല നിങ്ങൾ പരാതി നോട്ടീസ് തന്നാലേ നിങ്ങൾ പറ്റുള്ളൂ. നിങ്ങൾ അവർക്കെതിരെ പരാതി കൊടുത്ത കയ്യേറ്റം നടത്തിയത്. നിങ്ങൾ ഇവിടെ 10 മീറ്ററോളം കയ്യേറ്റം നടത്തിയിട്ടുണ്ട്. അതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്. അതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്. അതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്, അതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്. എടാ അതും കയ്യേറ്റമാണ്, ഇതും കയ്യേറ്റമാണ്. ഇതിനേക്കാൾ വ്യക്തത ആർക്കാണ് വരുന്നത്? അതെ, നിങ്ങൾ ഈ പണി, അതായത് നിങ്ങൾ ആദ്യം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, ആദ്യം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഈ നാട്ടിലെ സാധാരണക്കാരെ ഉമ്മമാരും പെങ്ങന്മാരും ചിന്തിക്കട്ടെ, എനിക്ക് ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കണോ വേണ്ടത്. എടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇതന്നെയാണ് സംഭവം. കഴിഞ്ഞ 3.5 വർഷമായിട്ട് കുറച്ച് പൊക്കി പിടിച്ചോ. കഴിഞ്ഞ 3.5 വർഷമായിട്ട് നിങ്ങളോട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് ഇൻഡാസ്ട്രിയാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം. അവര് പറയുന്നത് ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റുന്നില്ല, GST അടക്കാൻ പറ്റുന്നില്ല, പിന്നെ അതുകൊണ്ടാണ് ഇവർ ഒഴിയേണ്ടതെന്ന് അവര് പറയുന്നത്. നിങ്ങൾ 3.5 വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു. അപ്പൊ അവർക്ക് പിന്നെ വാടക കൊടുക്കാനും പറ്റുന്നില്ല, GST കൊടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഞങ്ങളോട് വ്യക്തി വൈരാഗ്യമുണ്ട്. അവരാണ് ഞങ്ങൾക്ക് സാധനം ഇറക്കുന്നുണ്ടായത്. അപ്പൊ അവർക്ക് കോഴിയെടുക്ക വേറെ കടയുണ്ട്. അപ്പൊ അവിടുത്തെ ബാടിയ പച്ചക്കറിയാണ് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പച്ചക്കറി വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഞങ്ങളോട് മോശമായ പച്ചക്കറികൾ നിങ്ങളിലേക്ക് തരുന്നത് നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് പുതിയ ആളെ തേടിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ആ ഒരു വിരോധത്തിൽ തുടങ്ങിയ തുടക്കമാണ് നിങ്ങൾ കട അടക്കം പൂട്ടിക്കുന്നുള്ള നിലപാടിലാണ് അല്ലെ? ഇതിന്റെ തൊട്ടടുത്ത് എത്രയോ ഹോട്ടലുകളില്ലേ? എല്ലാം റോഡിലാണല്ലോ ഉള്ളത്. എന്തെങ്കിലും ഇവർ പരാതി കൊടുത്തിട്ടുണ്ടോ? ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അല്ല? സൗമ്യ ചേച്ചി, റോഷ്നി ചേച്ചി, റോഷ്നി കരയുകയാണ്. റോഷ്നിയുടെ കണ്ണിന്ന് തണ്ണീര് പൊഴിയുകയാണ്. തങ്ങളുടെ ഉപജീവന മാർഗം ഇവിടെ അവസാനിക്കുമോ എന്ന ഭയത്തിലാണ്. പോലീസുകാരൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, നാട്ടുകാരൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. PWDയുടെ വാഹനം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഏത് നിമിഷം എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ പാവപ്പെട്ടവരുടെ ഇവർ പറയുന്നത് ഞങ്ങൾ ഒഴിഞ്ഞു പോകാം, അങ്ങനെയാണെങ്കിൽ നിയമം എല്ലാവർക്കും ബാധകമാകണം. ഈ KSDP റോഡിലുള്ള സകല എണ്ണത്തിനും, കയ്യേറ്റമുള്ള സകല എണ്ണത്തിനും ഒഴിപ്പിക്കണം. ഇപ്പൊ തന്നെ പരാതിക്കാരില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ ഞാൻ പരാതി നൽകാം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ഓരോരുത്തരും പരാതി നൽകാൻ തയ്യാറല്ല, എല്ലാവരും തയ്യാറാണ്. ഈ നാട്ടിലെ കയ്യേറ്റങ്ങൾക്കെതിരെ പരാതി നൽകാൻ തയ്യാറാണ്. എല്ലാം ഒഴിപ്പിക്കണം, എല്ലാം. ഇവർക്കുള്ള അതേ നീതി ന്യായവും അവർക്കും കൂടി ഉണ്ടാവണം. അപ്പോൾ എന്തോ വിറക്കുമെന്ന് പറയുന്നു, അത് വിറക്കും. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ പ്രമാണികളുടെയും പിന്തുണയോടെ നടത്തുന്ന വലിയ വലിയ വൻകിട കെട്ടിടങ്ങളും വൻകിട കയ്യേറ്റങ്ങളാണ്. തോടില്ല ഇവർ. നോക്കാം എന്താണ് സംഭവിക്കുന്നത്, കണ്ടറിയാം. എനിക്കൊരു മകനുണ്ട്. ആ മകന് പിന്നെ എന്തോ ഒരു ഇത് വന്നിട്ട് വലിയ ക്യാൻസർ ഇതായിട്ട് അന്ന് നമ്മളൊക്കെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പൈസയും കൊണ്ടുപോയി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ്. അതെ, പൈസയും കൊണ്ടായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്തത്. നമ്മളെ ഒരു ഇത് എത്രയോ ലക്ഷങ്ങൾ അവർക്ക് പോയി. എന്നിട്ട് അവർക്ക് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. അവർ ആ പെണ്ണുങ്ങൾ കരയുന്നതിൻ്റെ ഉദ്ദേശം ആ കുഞ്ഞി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊന്ന് വീഡിയോയിലും കൂടെ ഒന്ന് കാട്ടിക്കുന്നതെന്നല്ല, അത് കാട്ടിക്കണം. നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും എത്രയോ പൈസ എല്ലാം ഞങ്ങളെ ഒരാൾക്കുണ്ട്. അവരവരെ ഈ രീതി നാട്ടുകാരെല്ലാം കൊണ്ട് എത്രയോ പൈസ കൊണ്ട് ആ കുഞ്ഞിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞിനൊന്ന് കാട്ടിക്കണം. ആ കുഞ്ഞിന്റെ ആ ഇതിന് വിഷമത്തിലാണ് അവരിപ്പോഴും ആ കണ്ണീര് ഇറക്കുന്നത്. പക്ഷെ ബദ്രുദ്ദീന് മാത്രം കച്ചവടം ചെയ്താൽ മതി എന്നാ പറയുന്നത്. അല്ല, അത് പറ്റില്ല. അതാ ഇങ്ങനത്തെ നിയമം ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവർക്കും നിങ്ങൾക്ക് ഒരുപാട് നിയമം. അപ്പൊ ഈ നാട്ടിലെ കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കണം അല്ല?
അല്ല ഇവർക്കെതിരെ നടപടി എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കെതിരെ നടപടി എടുക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ. പരാതി കൊടുക്കാൻ തയ്യാറാണ്. ഇവിടെ വെച്ച് വെള്ള പേപ്പറിലൊക്കെ പരാതി കൊടുക്കും അല്ല, എന്നിട്ട് എല്ലാവർക്കെതിരെ നടപടി എടുത്തിട്ട് ഇവിടെ നമുക്ക് ചെയ്യാം. അന്നെങ്കിൽ നമുക്ക് ശാന്തസുന്ദരമായ റോഡ് കിട്ടും അല്ല. ഞാൻ പറയുന്ന വാക്കെന്ന് പറഞ്ഞെങ്കിലേ, ഒന്ന് ഇതുവരെ PWക്ക് ഇതുണ്ട് സ്ഥലം, അതുവരെ പൊളിച്ചു വരട്ടെ. പക്ഷെ ഈ പഞ്ചായത്ത് കൊടുത്തിരുന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ കടയുടെ ബദ്രുദ്ദീന്റെ കടയെന്ന് ആ കടയിലെടുത്ത് പുറത്തിട്ടിട്ടുള്ള സീറ്റ് എന്ത് പഞ്ചായത്തിന്റെ സ്ഥലം അല്ല, അത് പുറത്തുള്ള സീറ്റ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത്. ആ പഞ്ചായത്തിന് എന്താ ഇത് കണ്ണ് കാണുന്നില്ലേ? ഈ സീറ്റ് പുറത്തിട്ടത് പഞ്ചായത്തിന് കണ്ണ് കാണുന്നില്ലേ? അപ്പൊ ഇങ്ങനത്തെ സാധുക്കൾ പാവപ്പെട്ടവർ ജീവിക്കുന്നത് പഞ്ചായത്തിന് കണ്ണ് കാണുന്നുള്ളൂ. ഇതിന്റെ എല്ലാ കണ്ണുകളും പഞ്ചായത്തുകളാണ്. പഞ്ചായത്തിൽ നിന്നാണ് PWയിലേക്ക് എത്തിയത്. പഞ്ചായത്തിൽ നിന്നാണ് PWയിലേക്ക് കംപ്ലൈന്റ് പോയിട്ടുള്ളത്. അപ്പോ എല്ലാ സീറ്റുകളും പൊളിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാം PWയുടെ എല്ലാ സ്ഥലത്തും കൈകറിയത് പൊളിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതും പൊളിക്കാൻ ഞങ്ങൾ തയ്യാർ. ഇതും പൊളിക്കാൻ ഞങ്ങൾ കൂട്ടു നിൽക്കും. എല്ലാം ഫസ്റ്റ് JCB തട്ടിയിട്ട് വരട്ടെ, അല്ല കൈ കൊണ്ട് എടുത്ത് വെല്ലുവിളിയാണ്. എല്ലാം അടിച്ചു പൊളിക്കുക. അതിന് ഞങ്ങൾ തയ്യാറാണ്. അതെല്ലാം പൊളിച്ച് ഇങ്ങോട്ടേക്ക് വരട്ടെ, പിന്നെ നമ്മളിത് പൊളിക്കാൻ തയ്യാർ. പിന്നെ അപകടമായിരിക്കും, ഉറപ്പാന്ന് പറയുന്നത്. അപകടമായിരിക്കും. ഒരു അപകടം വലിച്ചിടാൻ നോക്കണ്ട. ഇപ്പൊ സമാധാന രീതിയിൽ നമ്മുടെ മേൽപ്പറമ്പും പ്രദേശങ്ങളും പോകുന്നുണ്ട്. അതൊരു അപകടത്തിന്റെ രീതിയിൽ പോകാനാക്കണ്ടാന്ന്. ഈ ഒരു കുട്ടിയാണ് കാണിക്കാൻ പാടില്ല. ഈ മുഖം കാണിക്കാൻ പാടില്ല, പക്ഷെ സമ്മതം ഉണ്ടോ കാണിക്കുന്നതിന്? കാണിക്കാലോ. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച നാട്ടുകാരാണ്. ഈ കട നടത്തുന്നവരുടെ മക്കളാണ്. കണ്ണ് കാണുന്നില്ലേ? ഒരു കണ്ണ് ഡമ്മിയാണെന്നാ പറയുന്നത്. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു തെരുവിലേക്ക് എത്തപ്പെട്ടത്. കാരണം ഈ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഒരു പ്രാഥമിക ചികിത്സയും അവരുടെ അവനെ മരണത്തിന് വിട്ടുകൊടുക്കാത്ത അവനെ രക്ഷപ്പെടുത്തിയെടുത്തു. ഇനി അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ് കുടുംബശ്രീയുടെ ലൈസൻസ് സമ്പാദിച്ച് അല്പം പച്ചക്കറി, മദ്യവും മയക്കുമരുന്നും ഒന്നുമല്ല, ഒരു പച്ചക്കറി വിൽക്കാനായിട്ട് ചെറിയൊരു ടെൻ്റ് അടിച്ചതാണ്. സാധാരണ എല്ലാവരും കാണും പോലെ പിഴയിൽ നിന്നും കുറച്ച് ലേശം പങ്ക് കൂട്ടിയെടുത്തിട്ടുണ്ട്. അതിനേക്കാൾ 100 ഇരട്ടി ഇതിൻ്റെ തൊട്ടടുത്ത് 5 മീറ്ററും 10 മീറ്ററും മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഭീകരമായ കയ്യേറ്റമുണ്ട്. ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനും ഇവന് ചികിത്സ ഉറപ്പാക്കാനും എന്തെങ്കിലും ചെറിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ, ഈ പാവപ്പെട്ട സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം പറ? കെട്ട് നിൽക്കുകയാണ്. എത്ര മാസമായിട്ട് ആ മനസ്സുകൾ തീ തൂന്നുന്നത്? ഇപ്പൊ പൊളിക്കും. കഴിഞ്ഞ ഞാൻ 5 മാസം മുമ്പല്ലോ വന്നേ. 5 മാസം മുമ്പ് ഇതേ കടയിലേക്ക് ഞാൻ വന്നിരുന്നു പ്രശ്നം അറിഞ്ഞിട്ട്. അന്ന് മുതൽ ഓരോ ദിവസം ആദ്യമാണ് പൊളിക്കുന്നുള്ളതെല്ലാം പൊളിച്ചു. ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും പിന്നെ പോഴ്സും മണ്ണുണ്ട്. പിന്നെ താഴ്ന്ന് തുടങ്ങിയിട്ട് മുകളിലേക്ക് അല്ല എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നിയമം എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായില്ലേ? നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പൊ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആക്ഷേപമില്ല. പക്ഷെ ഒരു കടയായിട്ട് നിങ്ങളത് ആ 2 പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇങ്ങോട്ട് പോകണേ. ഈ കുഞ്ഞാണ്, ഈ കുഞ്ഞിന്റെ പിന്നെ അമ്മയാണ് ആ കട നടത്തുന്നത്. നിങ്ങൾക്ക് പലതരത്തിലുള്ള പിന്നെ ഇതുണ്ടാവും. ഈ കുഞ്ഞിനെ എന്താ, ഈ കുഞ്ഞിനെ കണ്ടോ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് ആക്ഷേപമില്ല. ഈ 2 പിന്നെ പെണ്ണുങ്ങളുടെ ജീവിതത്തിന്റെ മാർഗ്ഗമാണിത്. അപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട എല്ലാ ആളുകളോടും നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും കൊണ്ട് പറയുന്നത്, ദയവ് ചെയ്ത് നിങ്ങളിത് ചെയ്യരുത്. ചെയ്യരുതെന്നല്ല, നമ്മൾക്കെന്ന് വെച്ചാൽ ഇവരോടോ ആരോടും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇത് കുറെ നാളെ എനിക്ക് തോന്നുന്നു ഇവരെ 2 ഇയേഴ്സ് എങ്ങാനും ആയി ഇവിടെ ചെയ്യും. 3 വർഷമായി. ഓക്കെ, ഞാനൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് 1.5 വർഷം ആയതേ ഉള്ളൂ വന്നിട്ട്. നമുക്കൊരു കംപ്ലൈന്റ് കിട്ടിയിട്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവർ സ്വയമേ പൊളിച്ചോട്ടെ. കാരണം ഇവരുടെ അവസ്ഥ എനിക്കും അറിയുന്നതാണ്. എന്നോട് നേരിട്ട് വന്നിട്ട് ഇവർ സംസാരിച്ചിട്ടുള്ളതാണ്. ക്യാൻസർ കുട്ടികളെ ഞാൻ ഇവരെ കാണുമ്പോഴും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഞാൻ ഇവരോട് ചോദിക്കുന്നതാണ്. പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ അവർ കേസ് കൊടുത്തു, ലോക അദാലത്തിൽ കേസ് കൊടുത്തു. നാളെ ഇതേ പ്രശ്നം ഞാൻ ഇതിന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ എൻ്റെ നിലനിൽപ്പ് എൻ്റെ ജോലിയാണല്ലോ, എനിക്ക് എൻ്റെ ജോലിക്ക് ഒരു പ്രശ്നം വരും. നമ്മളൊക്കെ ലേറ്റസ്റ്റ് സർവീസ് കോടതിയിലേക്ക് ഞങ്ങളും പോവാം. ഇത് കഴിഞ്ഞ പാട് അടുത്ത കോടതി ഞങ്ങൾക്കുണ്ടല്ലോ. ഇപ്പൊ കോടതി ഈ പറയുന്ന കോടതി ഒരാൾക്ക് മാത്രം ഇല്ലതല്ലോ, നിയമം എല്ലാവർക്കും ഉണ്ട്. തലേന്ന് തല മുതലില്ലേ ഏകദേശം വീട് കാഞ്ഞങ്ങാട് വരെ ഇതെല്ലാം PWDയുടെ സ്ഥലം തന്നെ ആയിരിക്കുമല്ലോ. KSDP, PWD, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി അതായിരിക്കുമല്ലോ, ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിൽ പെടുന്ന എല്ലാ സ്ഥലവും നിങ്ങൾ പൊളിച്ചു കഴിയുന്നില്ല ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ
നിങ്ങളിത് പൊളിച്ചോ? അതിൽ ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറയാം. ഇവിടുന്ന് നമ്മളെ ശരിക്കും കാസർഗോഡ് സെക്ഷൻ്റെ അണ്ടറിലാണ് ഞാനുള്ളത്. ഞാൻ കാസർഗോഡ് സെക്ഷൻ്റെ എ ആണ്. നമ്മൾ പ്രസ് ക്ലബ്ബ് മുതൽ നമ്മൾ നോട്ടീസ് കൊടുത്തു. സ്ട്രീറ്റ് വെൻഡേഴ്സിനെല്ലാം വഴിയോര കച്ചവടക്കാർക്ക് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തതിൻ്റെ സെക്കൻഡ് ഡേ അവർ കേസിന് പോയി. ആ വാദങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വാദം അവിടെ നിലവിലുള്ള സമയത്ത് എനിക്ക് പൊളിപ്പിക്കാൻ പറ്റില്ല. ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കുന്ന എന്നല്ല നമ്മളെ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കും. അതുകൊണ്ടാണ് അതൊന്നും പൊളിക്കാത്തത്. ഇത് നമ്മൾ ഡെയിലി കാണുന്നത് തന്നെയാണ്. ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. നമ്മളിപ്പോൾ ആരുടെയും ഒരു എന്താ പറയുക പിന്നെ ജീവിത മാർഗം കളയാനോ ഒന്നുമല്ല. ഇതെന്ന് വെച്ചാൽ ഇദ്ദേഹം സ്ട്രോങ് ആയിട്ട് ഒരു കേസ് കൊടുത്തു. അതാണ് നമുക്ക് പറ്റിയത്. അല്ലാതെ ഇത് എന്താ പറയാ ഇവരെ ഇവിടെ നിന്ന് വിടണോ അതൊന്നുമല്ല. മാത്രമല്ല ഇവർക്ക് എനിക്ക് തോന്നുന്നു ലൈസൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഇവരെ സ്ട്രീറ്റ് വെൻഡേഴ്സിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് പഞ്ചായത്തിലേക്ക് പോയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സംസാരിച്ചതാണ്. അവർക്ക് ലൈസൻസ് കൊടുത്തില്ല നിലവിൽ. ഇവർ ആക്ച്വലി ഇവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ കേസില്ലേ അല്ല അതിൽ ഇവർ ഉൾപ്പെടുവായിരുന്നെങ്കിൽ ഇവരെ പൊളിപ്പിക്കൂലായിരുന്നു. അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പഞ്ചായത്തിന് പെടാത്തൊരു സാധനമാണ് ആക്കെടുക്കുന്നത്. പിന്നെ മുമ്പിലോട്ട് കിടക്കുന്നത്. ഇപ്പൊ പരാതി വന്നു കഴിഞ്ഞാൽ സാറിന് കോടതിയിൽ പോകാൻ തന്നെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ? പറ്റും. ഒന്ന് പേപ്പർ ഇത് തല മുതൽ തല വരെ. അതായത് ഇവിടെ ഇതൊന്നുമല്ല സ്ട്രീറ്റ് വെൻഡേഴ്സ് ഒന്നോ രണ്ടോ അല്ലല്ലോ, അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളാണ്. അപ്പൊ ഇന്ന് തന്നെ ആരംഭിക്കണം. കാരണം ഇവർക്ക് സമാധാനം വേണം. അല്ല ഇന്നിപ്പോ എന്തെങ്കിലും നിയമത്തിന്റെ ഇളവുകൾ കാണിച്ചിട്ട് ഒരാഴ്ച കൂടി ഇവർക്ക് സമയം കൊടുക്കും. ആദ്യത്തെ നോട്ടീസ് കൊടുത്തത് 22/1/2025 1-ാം മാസം കൊടുത്ത നോട്ടീസ് 6 മാസം നമ്മൾ ടൈം കൊടുത്തത്. 6 മാസം ടൈം കൊടുത്തതിൽ ഇതിനിടയ്ക്ക് കേസ് വന്നില്ലായിരുന്നെങ്കിൽ ഇനിയും ടൈം എടുക്കാമായിരുന്നു. നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ വഴികളും ഉണ്ട്. കാരണം നിങ്ങൾക്ക് പറയാം ശക്തമായിട്ടുള്ള പിന്നെ പ്രതിഷേധം ആ നാട്ടിലുണ്ട്. പൊളിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ല അത് നമുക്ക് ശരിയാണ്, ശക്തമായ പ്രതിഷേധമുണ്ട്. അത് പക്ഷെ നമുക്കൊരു പേപ്പറായി കിട്ടാതെ എനിക്ക് പോകാൻ എന്ത് പേപ്പർ കിട്ടണ്ടേ? നമുക്ക് ഇവിടെ ഇങ്ങനൊരു അതിപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് പറയേണ്ടത്. ഒരു സമാധാനം ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം പൊളിപ്പിക്കാൻ പറ്റില്ല. അല്ല അത് പോലീസിന്റെ റിപ്പോർട്ട് മതിയല്ലോ നിങ്ങൾക്ക്. ഞങ്ങൾ നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാനാണ് പോലീസ് വന്നത്. നമ്മൾ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് പൊളിക്കാൻ പറ്റാൻ നമുക്ക് ഒരു പരാതി എഴുതി തരാം. ബാക്കി പോലീസ് എന്താ വെച്ചാൽ നടപടി എടുക്കും. കേസാണെങ്കിൽ കേസ് എടുക്കും. പൊളിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പറഞ്ഞില്ലേ ഇവരൊരു പരാതി കിട്ടിയാൽ പോലീസിന്റെ നടപടി എടുക്കും. ലീഗൽ നടപടി എടുക്കും. അത് മാത്രമല്ല ഇവർ ഇന്ന് ഒരു 10 ആൾക്കാർ 10 പരാതി നൽകുകയാണ്. ഇവിടെ അല്ല അതും കൂടി ഇതിന്റെ കൂടെ തന്നോളൂ. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് പരാതി അഡ്രസ് ചെയ്യേണ്ടത്. അവർക്ക് തന്നോളൂ. നിങ്ങൾക്ക് ആർക്കും പരാതി തരാലോ. പരാതി കൊണ്ട് വന്നിട്ട് ആ പരാതി സാറിന്റെ ഓഫീസിൽ സ്വീകരിച്ചില്ല. എന്റെ ഒരു പരാതി അടുത്തല്ലോ മാഡം. എന്റെ ഒരു പരാതി ഞാൻ തന്നിട്ടുണ്ട്. എനിക്ക് റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ എന്റെ ഒരു പരാതി തന്നിട്ട് നിങ്ങൾ സിഗ്നേച്ചർ ചെയ്തിട്ട് സിലക്ട് തന്നിട്ടുണ്ടല്ലോ. എന്റെ ഒരു പരാതി ഉണ്ടല്ലോ. വിവരാശം ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ മാഡം. അവിടെ ഞാൻ വിവരാശം ചോദിച്ചിട്ടുണ്ട്. വിവരാശം എനിക്ക് തന്നിട്ട. PWD സ്കെച്ചിന് ഞാൻ വിവരാശം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തന്നിട്ടില്ലല്ലോ. എന്റെ കയ്യിൽ പേപ്പർ ഉണ്ട്. വിവരാശ പ്രകാരം ഞാൻ തന്നിട്ടുണ്ടല്ലോ. അവിടെ എന്നുണ്ട് എന്റെ കയ്യിൽ ഒരു പരാതി. അതും ഞാൻ സമർപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊണ്ട് പരാതി സ്വീകരിക്കുന്നില്ല. എന്നോട് ഉപ്പന്നെ കൊണ്ടുവരാൻ ഞാൻ പോയിട്ട് ദേഷ്യം വരാൻ കാരണം ഈ പരാതിക്കാരന്റെ കോമഡി കേൾക്കണം. അവനൊരു കയ്യേറ്റക്കാരനാണ് അവിടെ. അവന്റെ കാലൊരു കാലം മന്ത് വെച്ചിട്ടാണ് ഈ കോപ്രയൊക്കെ അവൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ പഞ്ചായത്തിന്റെയും കൂടി പിന്നെ ഇത് റിപ്പോർട്ട് കിട്ടിയിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ഈ പരാതി പിൻവലിക്കാനാണ് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അദ്ദേഹത്തോട് ചോദിക്കണം. അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇളവുണ്ടോ ചോദിച്ചാൽ അറിയില്ല. അല്ല നിയമപരമായിട്ട് ഇളവുണ്ടോ ചോദിച്ചാൽ അത് കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കണം. ഉത്തരവ് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചെങ്കിലും തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ മറികടന്നുള്ള ഏതൊരു നടപടിയും വലിയ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ ശ്രമം ഉപേക്ഷിച്ച് ഉദ്യോഗസ്ഥർ തിരിച്ചുപോയി. മേൽപ്രമ്പ് പോലീസ് സ്റ്റേഷനിലെ SI അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാര്യങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഉത്തരവാദിത്വ ബോധത്തോടെ മുന്നോട്ടു പോയതിനാൽ വലിയ രീതിയിൽ ഉരുണ്ടുകൂടിയ സംഘർഷം ഒഴിവാക്കാൻ സാധിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSDP റോഡിലെ മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാനായി നാളെ പരാതി നൽകുമെന്ന് നാട്ടുകാർ അറിയിച്ചു. പാവപ്പെട്ടവർക്കും പണക്കാർക്കും രണ്ട് നീതി എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇവിടെ സാധാരണക്കാരിയായ യുവതി ജീവിതമാർഗം തേടിയാണ് റോട്ടിലെത്തിയത്. അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നടപടി അങ്ങേയറ്റം തെറ്റായിപ്പോയെന്നും നാട്ടുകാർ അറിയിച്ചു.